ഓക്കെ ഫൈൻ. ജുജുത്സു കൈസൺ സീസൺ നമ്പർ 3 എപ്പിസോഡ് നമ്പർ 4. യെസ്, നമുക്കറിയാം എപ്പിസോഡ് നമ്പർ 3 കംപ്ലീറ്റ്ലി ഒരു ഡയലോഗ് പാക്കേജ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. എന്നാൽ എപ്പിസോഡ് നമ്പർ 4, യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എപ്പിസോഡ് നമ്പർ 4. സോ നമ്മുടെ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാക്കിയുടെ അഴിഞ്ഞാട്ടം തുടങ്ങിയിരിക്കുകയാണ്. സെനിൻ ക്ലാനിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മാക്കി പോകുന്നതോടു കൂടിയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഇൻട്രാക്ഷൻ സെനിൻ ക്ലാനിലൂടെ കയറുമ്പോൾ തന്നെ നമ്മുടെ നവോയ അവിടെ നിന്നിട്ട് മാക്കിനെ കളിയാക്കുകയാണ്. അറിയാലോ, ഒന്നാമത്തെ മാക്കിക്ക് ഈ പറയുന്ന സെനിൻ ക്ലാനിൻ്റെ ആ ഒരു കേഴ്സ് ടെക്നിക്സ് ഒന്നുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ അവൻ ചൊറിയുന്നുമുണ്ട്. ഒന്നാമത് തന്നെ കാണാനും കൊള്ളത്തില്ല, ഇപ്പോൾ തന്നെ അതിൻ്റെ മുഖം കൂടെ പോയോ എന്നുള്ള രീതിയിൽ ഒരു ടീസിങ് അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ഒരു കോൺവോ ചെയ്യുന്നുണ്ട്. അത് മാക്കി മൈൻഡ് ചെയ്യുന്നില്ല. മാക്കി ഒരു താക്കോലും പിടിച്ച് ഒരു വോൾട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുതെന്നാണ് നമ്മുടെ നിയമമെന്ന്. അപ്പോഴേക്കും നമ്മുടെ മാക്കി തന്നെ പറയുന്നുണ്ട്, ക്ലാനിൻ്റെ ഹെഡ് തന്നെ പറഞ്ഞു. പിന്നെ എന്താന്ന് അറിയാലോ ഇപ്പോൾ ക്ലാനിൻ്റെ ഹെഡ് ആരാന്ന്? അതെ, നമ്മുടെ ഫുഷിഗീറോ തന്നെ. സോ ഇത് പറയുമ്പോൾ ഫുഷിഗീറോ അല്ലെങ്കിൽ നമ്മുടെ മെഗുമി എങ്ങനെയാണ് സെനിൻ ക്ലാൻ്റെ ഹെഡായി എന്നുള്ള ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് അവിടെ കാണിക്കുന്നുണ്ട്. യെസ്, നമുക്കറിയാമായിരുന്നല്ലോ ആ ഒരു വയസ്സായ എൽഡറിൻ്റെ ആഗ്രഹപ്രകാരവും കുറേ കരാറൊക്കെ എപ്പിസോഡ് 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സെനിൻ ക്ലാനിൻ്റെ ഹെഡ് ഫുഷിഗീറോയാണ്, മെഗുമി ഫുഷിഗീറോ. ബാക്കി അവിടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നവോബീറ്റ നിൻ്റെ ഫുള്ള്, അതായത് സെനിൻ ക്ലാൻ്റെ അസറ്റ് ഫുള്ള് നിൻ്റെ പേർക്കിലാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ബാക്കി ഉപദേശിക്കുന്നുണ്ട് പൈസ, പിന്നെ കേഴ്സ്ഡ് ടൂള്. സോ നീ ഹെഡാണെങ്കിൽ നമുക്കത് മൊത്തത്തിൽ ഉപയോഗിക്കാമെന്ന് ബാക്കി ഫുഷിഗീറോയോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഗുമി ചോദിക്കുന്നുണ്ട്, എന്നാൽ നീ എന്താന്ന് വെച്ചാൽ കാണിച്ചു, നീ എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് കാണിച്ചോളാൻ പറയുന്നുണ്ട്. അതായത് ആസ് ലോങ് ആസ് അവരുടെ ആ ഒരു ഗ്രൂപ്പിന് ഇതും കൊണ്ടൊരു ഉപകാരമുണ്ടെങ്കിൽ ഞാൻ ഇതിനെതിരല്ല എന്നുള്ള രീതിയിൽ മെഗുമി അത് കാണിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നേരെ കട്ട് ചെയ്ത് പോകുന്നത് സെനിൻ ക്ലാൻ്റെ വോൾട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന മാക്കീനെയാണ്. സോ നമ്മൾ നേരത്തെ ഒരു നറേഷൻ പോലെ അവിടെ നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോകരുതെന്ന്. ഇത് സത്യം പറഞ്ഞാൽ മാക്കിയുടെ മാതാവായിരുന്നു അത്. ബട്ട് മാക്കി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവളുടെ ആ ഒരു യാത്ര വോൾട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതേ ടൈമിൽ നമ്മുടെ നവോയും മറ്റൊരു എൽഡറും കൂടെ ഉണ്ടായിരുന്നല്ലോ സെനിൻ ക്ലാൻ്റെ ഹെഡ് അവൻ. ഇവർ തമ്മിൽ ഒരു കോൺവോ നടക്കുന്നുണ്ട്. ഒരു തരത്തിൽ അയാൾ, അതായത് നമ്മുടെ ഈ ഫുഷിഗീറോ ഇപ്പോൾ ക്ലാൻ ഹെഡായത് നന്നായി. അതായത് ഗോജോ ക്ലാനുമായിട്ട് മാത്രമല്ല നമ്മുടെ ഫുഷിഗീറോയ്ക്ക് ടൈസ് ഉള്ളത്. വരാൻ പോകുന്ന ആ ഒരു കാമോ ക്ലാനിൻ്റെ ഹെഡുമായിട്ടും നമ്മൾ ഈ പറയുന്ന മെഗുമി കൂട്ടാണ്. സോ അതെന്തുകൊണ്ട് നമുക്ക് നല്ലതാണെന്നുള്ള രീതിയിൽ അവിടെ ഒരു ചെറിയ കോൺവോ നടക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ റിബൽസ് ആണല്ലോ, ആര് നമ്മുടെ മെഗുമി മാക്കിയൊക്കെ. സാത്തോറു ഗോജോനെ ഫ്രീ ചെയ്യാനാണ് ഇവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ മെയിൻ പ്ലാൻ. സോ ഇത് റൂളിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവോ ചോദിക്കുന്നുണ്ട്, എന്ത് സ്വന്തം അച്ഛൻ തന്നെ മകളെ കൊല്ലുമോന്ന്? അപ്പോഴേക്കും ആ മറ്റേ പുള്ളി ഇത് പറയുകയാണ്, അതെ, ഇത് സത്യം പറഞ്ഞാൽ മാക്കിയുടെ അച്ഛൻ്റെ ഐഡിയ ആയിരുന്നെന്ന്, ഓജിയുടെ ഐഡിയ. സോ ഇവിടുന്ന് നേരെ കട്ടൗട്ട് ആവുന്ന ആ വോൾട്ടിൻ്റെ ഉള്ളിൽ മാക്കി ചെന്ന് കയറുന്നതായി കാണുന്നത് അവളുടെ അച്ഛനെയാണ്. ഡാഡെന്ന് വിളിക്കുമ്പോൾ തന്നെ ആ പുള്ളി പറയുകയാണ്, ഇവിടെ നിനക്ക് വേണ്ടതൊന്നും തന്നെയില്ല, നീ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഇട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ സാധനവും എടുത്ത് മാറ്റിയത്. തുടർന്ന് നമ്മുടെ മാക്കി ദ കേഴ്സ്ഡ് ടൂൾ ഡ്രാഗൺ ബോൾ എന്ന് പറയുന്ന ആ സാധനം എടുത്ത് ചാർജ് ചെയ്തങ്ങ് ചെല്ലുകയാണ്. അപ്പോഴാണെങ്കിൽ അവളുടെ അച്ഛൻ സീക്രട്ട് ടെക്നിക് ഫാളിംഗ് ബ്ലോസം ഇമോഷൻ എന്ന് പറയുന്ന ആ സാധനം ഉപയോഗിക്കുന്നുണ്ട്. തുടർന്ന് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്കറിയാമോ എന്തുകൊണ്ടാണ് എൻ്റെ അനിയൻ നവോബീറ്റനെ ക്ലാൻ്റെ ഹെഡായിട്ട് തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തില്ല എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവൾ പറയുന്നുണ്ട്, കാരണം നീ പിള്ളേരെ കൊല്ലുവാൻ മാത്രം ജനിച്ച ഒരു പീസ് ഓഫ് ഷിറ്റാണ്. തുടർന്ന് അങ്ങോട്ട് മാക്കിയും ഓജിയും തമ്മിൽ ഒരു സ്പോട്ട് ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. എന്നിരുന്നാലും ഓജിയുടെ ആ ഒരു സ്പോർട്സ് സ്കില്ലിന് മുമ്പിൽ മാക്കിക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. അവനെ വെട്ടുകയാണ്. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, നിന്നെപ്പോലുള്ള ഫെയിലിയേഴ്സ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ക്ലാനിൻ്റെ ഹെഡ് ആവാൻ പറ്റാഞ്ഞെന്ന്. സോ ഇതേ പ്ലാനുമായിട്ട് മായി അവിടെ നേരത്തെ വന്നിരുന്നുകൊണ്ട് ഓജി അവളെ വരുത്തിയിരുന്നു. സോ രണ്ടുപേരെയും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഓജി. ആ വലിച്ചുകൊണ്ട് പോകുന്ന ടൈമിലും എൻ്റെ ബ്രദറിനോട് ഞാൻ ഒരിക്കലും തോറ്റിരുന്നില്ല, ബട്ട് നിങ്ങളെ രണ്ടും ജനിച്ച് ദ ക്വാളിറ്റി ഓഫ് മൈ ചിൽഡ്രൻ, അതുകൊണ്ട് മാത്രം എൻ്റെ ബ്രദറിനോട് ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് വലിച്ചഴിച്ചുകൊണ്ടാണ് ഈ പുള്ളി പോകുന്നത്. തുടർന്ന് ഒരു റൂമിലേക്ക് രണ്ടുപേരെയും കൊണ്ട് ഇടുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇതൊരു പ്രിസൺ പോലെയാണ്. ഞാൻ പണ്ടിതിൽ ഗ്രേഡ് 2 അതിലും താഴെയുള്ള കുറേ കൗണ്ട്ലെസ് കേഴ്സ്ഡ് സ്പിരിറ്റിനെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന്. എന്നിട്ട് ഫെയർവെൽ എന്ന് പറഞ്ഞ പുള്ളി അങ്ങോട്ട് പോയി, അതായത് കേഴ്സ് സ്പിരിറ്റിനെ പിടിക്കാൻ വരുവേ. തുടർന്ന് നമ്മുടെ മാക്കി ഇങ്ങനെ ബോധരീതിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മായി അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു ഈ ഒരു മൊമെൻറ്റ് വരുമെന്ന് പറഞ്ഞ് ദിസ് ഈസ് ദ വേൾസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു സീൻ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഒരു കടൽ തീരത്ത് മാക്കി എവേക്കൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ മായി സെനിനും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്.
അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്ക് കണ്ടില്ലേ, എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതേ തുടർന്ന് മായി ഒരു ഫിലോസഫിയും കൂടെ പറയുന്നുണ്ട്. ട്വിൻസിനൊക്കെ ഒരു പ്രശ്നമുണ്ട് സോഴ്സറിങ് വേൾഡിൽ. നമുക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന്. എന്നിട്ട് നമ്മുടെ മായി പറയുന്നുണ്ട്, ട്വിൻസ് അങ്ങനെയാണ്, എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഐ ആം യു, യു ആർ മീ എന്നാണ് പറയുന്നത്. എന്നിട്ട് മായി മാക്കിയോട്, നീ നന്നായിട്ട് വർക്ക് ചെയ്യണം, വർക്ക് ഹാർഡ് ചെയ്യണം. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, മാക്കി, ഞാൻ ജീവിച്ചിരിക്കുന്നത്രയും കാലം നീ ഇങ്ങനെ ഹാഫ് ബേക്ക്ഡ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. സോ ഇവഞ്ച്വലി നമ്മുടെ മായി ഇപ്പം മാക്കിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നമ്മുടെ സീൻ കട്ട് ചെയ്യുന്നത് ആ ഒരു റൂമിൻ്റെ അകത്തേക്കാണ്. റൂമിൻ്റെ അകത്ത് ഫുൾ ബ്ലഡ് ഇങ്ങനെ കിടക്കുകയാണ്. മാക്കി വിളിക്കുന്നുണ്ട്, മായി മായി ഡോണ്ട് ലീവ് മീ എന്നൊക്കെ പറഞ്ഞ്. സോ അങ്ങനെ നമ്മുടെ മായി അവിടെ മരിക്കുകയാണ്. സോ ഇപ്പോൾ നമ്മുടെ ഓജിക്ക് എന്തോ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഒരു ഡിസപ്പിയറൻസ് റിയാക്ഷൻ കേഴ്സ് സ്പിരിറ്റിൽ നിന്ന്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ മാക്കിയാണ്. തുടർന്ന് നമ്മുടെ ഓജി ഇത്തവണ നിന്നെ വെറുതെ വിടിയാലെന്ന് പറഞ്ഞ അവൻ്റെ ആ ഒരു ടെക്നിക് ബ്ലേഡും എടുത്തിട്ട് അങ്ങ് വീശുന്നുണ്ട്. കം യു ഫെയിലിയർ എന്ന് വിളിച്ച്. അത് പറഞ്ഞ മാത്രമേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. മാക്കി അവൻ്റെ തല തന്നെ അങ്ങ് വെട്ടിയിട്ടുള്ള ഒരു കോൾഡ് വോക്ക്. നടന്നു പോകുമ്പോൾ മാക്കി പറയുന്നുണ്ട്, മായി നമുക്ക് തുടങ്ങിയേക്കാന്ന്. തുടർന്ന് ആ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് സെനിൻ ക്ലാനിൽ ഒരു മണി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും പറയുന്നു, ദേ മാക്കി ഓജിനെ കൊന്നു, കുക്കുറു യൂണിറ്റ് ഇതിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന്. തുടർന്ന് സെനിൻ ക്ലാനിലെ പല കുളത്തിലുള്ള യൂണിറ്റ്സും മാക്കിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരോട് പറയുന്നു. അതിൽ പ്രമുഖനായ ഒരു ലീഡർ പറയുന്നുണ്ട്, അവളെ കൊല്ലരുത്, അവളെ കൊല്ലുന്നത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. തുടർന്ന് ആ ഒരു കുക്കുറു യൂണിറ്റ് എന്താണെന്നാണ് പറയുന്നത്. അതെ, സെനിൻ ക്ലാനിൻ്റെ ബോയ്സ് ആര് കേഴ്സ്ഡ് ടെക്നിക്ക് പ്രോസസ്സ് ചെയ്യാത്തവർ ഇതിൽ എൻലിസ്റ്റ് ചെയ്യണം. ഹേയ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഒരു സബോർഡിനേറ്റ് ആയിട്ട് ഇതിനെ വേണമെങ്കിൽ കാണാം. ഇവരെന്നും മാർഷൽ ആർട്സ് സ്പെഷ്യലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അതിൽ നറേഷനിൽ പറയുന്നുണ്ട്, നമ്മുടെ ഈ മാക്കിയും ഈ ഒരു കുക്കുരു യൂണിറ്റിൽ ഉണ്ടായിരുന്നതാണ് ജുജുത്സു ഹൈയിൽ പോകുന്നതിന് മുമ്പ് വരെ. അങ്ങനെ നമ്മുടെ ആ ഒരു ആമ്പിള്ളേരെല്ലാം കൂടെ മാക്കിനെ ഇപ്പോൾ സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ സറൗണ്ട് ചെയ്തപ്പോഴും മായി അവസാനം പറഞ്ഞ കാര്യമാണ് മാക്കി ഓർക്കുന്നത്. എന്നോട് പ്രോമിസ് ചെയ്യും ഒരു കാര്യം മാത്രം, ഡിസ്ട്രോയ് എവ്രിതിങ്. തുടർന്നങ്ങോട്ട് മാക്കി വേഴ്സസ് അവിടെ ഉണ്ടായിരുന്ന ഒരു 100 ആയിട്ടുള്ള മാർഷൽ ആർട്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു സോഡ് ഫൈറ്റ് ആണ്. ഒന്നും പറയേണ്ട, മാക്കി അവിടെ സോഡ് ഫൈറ്റ് ചെയ്ത് ഓറഫാം ചെയ്തുകൊണ്ടേയിരുന്നു. ഒരാളെ പോലും വെറുതെ വിടാതെ അവിടെ ഒരു രക്തപ്പുഴ തന്നെ മാക്കി സെനിൻ ഒരുക്കി. സോ അവർ ഈ മാക്കിയുടെ കഥ കഴിച്ചെന്ന് വിചാരിച്ച് അതിൻ്റെ ലീഡറായിട്ടുള്ള പുള്ളി വന്നിട്ട് എന്തായെന്ന് നോക്കിയപ്പോഴേക്ക് താണ്ട കിടക്കുന്ന 100ഉം 200ഉം അവൻ്റെ സ്റ്റുഡൻസ് രക്തങ്ങളുടെ നടുക്ക് മാക്കി അവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു. ഈ ഒരു ടൈം ആയപ്പോഴേക്ക് ഒരു പ്രത്യേക തരത്തിലൊരു ജുത്സു പോലത്തെ ഒരു സാധനം, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ കൈ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു വന്നത് അടിച്ച് ഞേക്കുകയാണ് എല്ലാം. അപ്പോഴേക്ക് ആ ഒരു ലീഡർ പറയുന്നുണ്ട്, ഇതിനർത്ഥം ആ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഏത്? ഹേയ്. ഈ ഹെയ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെനിൻ ക്ലാനിൻ്റെ സെമി ഗ്രേഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ആയിട്ടോ നമ്മുടെ ജുജുത്സു ഹൈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സെനിൻ ക്ലാനിലെ ഏറ്റവും ടോപ്പ് നോച്ച് വാരിയേഴ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പാണ് ഹെയ്. നറേഷനിൽ പറയുന്നത് ദ സെനിൻ ക്ലാൻ സ്ട്രോങ്ങസ്റ്റ് യൂണിറ്റ് ഓഫ് സോഴ്സറേഴ്സ് എന്നാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മറ്റേ യൂണിറ്റിൻ്റെ ലീഡറുമായിട്ട് ഇപ്പോൾ മാക്കി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ മൈൻഡിൽ പറയുന്നുണ്ട്, ഷോജറോടെ ആ ഒരു ഹിറ്റ്, അതായത് ഹേ ഗ്രൂപ്പിലുള്ള ആ ഒരു ഹിറ്റ് വരെ ഇവർക്ക് എങ്ങനെ തടുക്കാൻ കഴിഞ്ഞു, ഇമ്പോസിബിൾ എന്ന്. അവൻ മൈൻഡിൽ പറയുകയാണ്, എൻ്റെ കേഴ്സ്ഡ് എനർജി ഗാർഡ് വരെ പെട്ടെന്ന് ഇത് പൊട്ടിച്ചു. ഹൗ? ഇത് മാക്കി തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സോ അവിടെ വെച്ച് അവൻ്റെ ചങ്ക് ഉരിയെടുത്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഹേ ടീമിലെ അംഗങ്ങളാണ് റാൻഡയും ജിനിജയാണ് ഇപ്പോൾ മാക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോഴാണ് അവൻ ആ ഒരു ഡയലോഗ് പറയുന്നത്, മറക്കരുത്, ടോജി ഒരാൾ നമ്മളെ വെറുതെ വിട്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും സെനിൻ ക്ലാൻ ഇങ്ങനെ പോകുന്നത്. എനിക്കിതിപ്പോൾ കണ്ടിട്ട് മാക്കി ടോജിനെ പോലെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് നമ്മുടെ റാൻഡ പറയുകയാണ്. ഇനിയൊരു ടോജിനെ ഉണ്ടായിക്കൂടാ, അവളെ ഇപ്പം തന്നെ കൊന്നേക്കാൻ നമ്മുടെ റാൻഡ ജിൻജിയോട് പറയുകയാണ്. തുടർന്ന് ജിൻജി മാക്കിയായിട്ടുള്ള ഫൈറ്റാണ്. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കുറേ നേരം ഉണ്ടായിരുന്നത്. തുടർന്ന് ഒരു വലിയ പൊട്ടിത്തെറി അവിടെ സംഭവിക്കുകയാണ്. അപ്പോഴേക്ക് റാൻഡ ഒന്നാമതെ അവൻ അവശനായിരിക്കുകയാണ്, അവളെ ഹോൾഡ് ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടും പറയുന്നുണ്ട്, ജിൻജി നീ അവസാനം അത് ചെയ്തല്ലേ, യു ഡിഡ് ഇറ്റ്. എന്നാൽ നമ്മൾ സീനിൽ കാണുന്ന മാക്കി ജിൻജിയുടെ തല പറിച്ച് ആ പാലത്തിൽ കൂടെ നടന്നു വരുന്നതാണ്. സോ അതും കൂടെ കണ്ടുവരുന്നതാണ് നമ്മുടെ നവോയ. യെസ്, നമുക്കറിയാം എപ്പിസോഡ് 2 നല്ല രീതിയിൽ ഓറാഫാം ചെയ്താണ്, മുടി ചെയ്യുമായിരുന്നു ആശാൻ. സോ അവളോട് ചോദിക്കുന്നുണ്ട്, അതിച്ചൊരു ബ്രൂട്ടലായി പോയില്ലേ, കളിയാക്കി ചോദിക്കുന്നതാണ്, നിനക്കൊരു ഹൃദയമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബാക്കി പറയുന്നുണ്ട്, ഇല്ല, അത് മായി അവളുടെ കൂടെ കൊണ്ടുപോയെന്നു.
സോ ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഫൈറ്റിൽ ഏർപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്കിൽ പോകുന്നത് നവോയുടെ മൈൻഡ് പറയുന്നതാണ്. അതായത് എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ ഞാനായിരിക്കുമല്ലോ ക്ലാൻ ഹെഡ്. സോ ആ ഒരു ടൈമിൽ കുഞ്ഞുനാളിൽ ഇവൻ ടോജിനെ കാണുന്നുണ്ട്. അതായത് ഒരു പാത്തറ്റിക്, ഒന്നിനും കൊള്ളാത്ത, കേഴ്സ്ഡ് എനർജി പോലും ഇല്ലാത്ത ഒരു പാത്തറ്റിക് ഫേസ് ഉള്ള ആൾ പെട്ടെന്ന് വീണ്ടും കട്ട് ചെയ്യുന്നു. നവോയെയും മാക്കിയും തമ്മിലുള്ള ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് അന്യായ സ്പീഡിൽ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ പറയുന്നുണ്ട് നീ ടോജി അല്ല എന്ന്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സാത്തോറു ഗോജി ഒഴിച്ച് വേറെ ആരും ടോജിനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. തുടർന്ന് നീ ടോജി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാക്കിയും നമ്മുടെ നവോയും തമ്മിൽ ഹാൻഡ് ടു ഹാൻഡ് അന്യായ സ്പീഡിൽ പ്രൊജക്ഷൻ സോഴ്സറി ഉൾപ്പെടെ ഒരു ലിമിറ്റില്ലാത്ത അടി. സോ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നറേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊജക്ഷൻ സോഴ്സറി വെച്ചിട്ട് എന്തിനെ തൊട്ടാലും ഒരു 24 സെക്കൻഡിൻ്റെ ഒരു അംശത്തിനുള്ളിൽ അത് മൂവ് ചെയ്തിരിക്കണം. അത് ഫെയിലായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രീസിങ് സംഭവിക്കും 1 സെക്കൻഡിലേക്ക്. അവിടെ വെച്ച് ടൈം ഫ്രീസ് ചെയ്തിട്ട് മാക്കി നമ്മുടെ നവോയുടെ മൂക്കടിച്ചങ്ങ് പരത്തി അവനെ അങ്ങ് പാതാളത്തിൽ വിട്ടെന്ന് പറയാം. അതോടെ നവോയ ഡിം, യെസ്, മൂവ്മെൻ്റ് ഇല്ലാതെ കിടക്കുകയാണ് നവോയ. തുടർന്ന് നമ്മുടെ മാക്കി നേരത്തെ ആദ്യം പോരുന്നതൊക്കെ പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, മാക്കിയുടെ അമ്മ, അന്വേഷിച്ച് പോവുകയാണ് സെനിൻ ക്ലാനിലേക്ക്. സോ അങ്ങനെ നമ്മുടെ മാക്കി അമ്മേനെ കണ്ടുപിടിക്കുമ്പോൾ പറയുന്നുണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരരുത്, നീ എൻ്റെ അടുത്തേക്ക് വരരുത്. അപ്പം നമ്മൾ മാക്കി ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ട് പോകാൻ നേരത്ത് എന്തുകൊണ്ടാണ് എന്നോട് കം ബാക്ക്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞെന്ന് ചോദിക്കുന്നു. ബട്ട് മാക്കി അവളുടെ അമ്മേനെയും ആ ടൈമിൽ തന്നെ കൊല്ലുന്നു. ഈ ടൈമിൽ നമ്മൾ മരിച്ചെന്ന് വിചാരിച്ച നവോയ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ ചത്തുപടഞ്ഞ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കയറി വന്നിട്ട് എങ്ങനെ എഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അപ്പോൾ ആ ഒരു നവോയനെ സഹിച്ചെത്ര നാൾ അവിടെ നിന്നിരുന്ന ആ ഒരാളുണ്ടായിരുന്നല്ലോ, അവൾ തന്നെ പുറത്തിനായിട്ട് കയറി നവോയക്കായിട്ട് കുത്തുകയാണ്. തുടർന്ന് നമ്മുടെ മായുടെ ബോഡി എടുത്തുകൊണ്ട് മാക്കി പുറത്തേക്ക് വരികയാണ്. അവിടുന്ന് കട്ടാവുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസിലൂടെയാണ്. ഇവൾ എത്ര പേരെ കൊന്നെന്നും കാര്യങ്ങളുമൊക്കെ അതിൽ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. കേഴ്സ്ഡ് ടൂൾസിൽ നിന്നുള്ള കേഴ്സ്ഡ് എനർജികളെ അവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. തുടർന്ന് ഗോജോ ക്ലാനും കാമോ ക്ലാനും ഹയർ അപ്സിന് ഒരു മെസ്സേജ് എഴുതുകയാണ്, ഈ ബിഗ് 3 ഫാമിലീസിൽ നിന്ന് സെനിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് നമ്മുടെ മാക്കി ആ ഒരു ഹയർ അല്ലെങ്കിൽ സെനിൻ ക്ലാൻ്റെ അവിടുന്ന് പോകുന്നതായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. യെസ്, എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ പോയി. ഇതൊരു ആക്ഷൻ പ്ലസ് ഡയലോഗ്, എന്നുവെച്ചാൽ ഡയലോഗ് കഴിഞ്ഞ എപ്പിസോഡിനെ പോലെ ഇത്ര ഡയലോഗ് ഒന്നുമല്ല, ആക്ഷൻ പാക്ഡ് എപ്പിസോഡ് തന്നെയായിരുന്നു. മാക്കിയുടെ ഈ ഒരു സാധനം കാണാൻ വേണ്ടി കുറേ പേര് വെയിറ്റിംഗ് ആയിരുന്നു എന്ന് നിസ്സംശയം തന്നെ പറയാം. ഏതായാലും ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ട് വരികയാണ്. അടുത്ത എപ്പിസോഡ് എക്സ്പ്ലനേഷനായിട്ട് നെക്സ്റ്റ് വ്യാഴാഴ്ച കാണാം. അതുവരെ ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്.